നമസ്കാരം. പ്രധാന വാർത്തകൾ. കാഞ്ഞാണിയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി. ചേർപ്പ പടിഞ്ഞാട്ടുമുറി എടച്ചിറയിലുള്ള പറമ്പിലെ മോട്ടോർ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. സംഭവത്തിൽ 3 പേരെയാണ് ചേർപ്പ് പോലീസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂരിലെ കീഴ്ത്തലയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. വാർത്തകളിലേക്ക് വിശദമായി. കാഞ്ഞാണിയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി. കാഞ്ഞാണി സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവാണ് ആത്മഹത്യ ചെയ്തത്. സ്വകാര്യ ബാങ്കിൽ നിന്ന് 12 വർഷം മുൻപ് കുടുംബം വീട് വയ്ക്കാനായി 8 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. ഇതുവരെ 8,74,000 രൂപ തിരിച്ചടച്ചിരുന്നു. ഇതിനിടയിൽ ഇടയ്ക്ക് തിരിച്ചടവ് മുടങ്ങിയതോടെ 6 ലക്ഷം രൂപ കുടിശ്ശികയായി. ഇതോടെ വീടൊഴിയാൻ ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ജപ്തി ഭീഷണിയെ തുടർന്ന് ഇന്ന് രാവിലെ ബന്ധുവീട്ടിലേക്ക് മാറാൻ ഇരിക്കെയാണ് വിഷ്ണു കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത്. പണമടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ഭീഷണിയുണ്ടായിരുന്നതായും കുടുംബാംഗങ്ങൾ ആരോപിച്ചു. ലോൺ തുകയേക്കാൾ കൂടുതൽ തിരിച്ച് അടച്ചിരുന്നുവെന്നും കോവിഡ് പ്രതിസന്ധിയിലാണ് അടവ് മുടങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി എടച്ചിറയിലുള്ള പറമ്പിലെ മോട്ടോർ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിലായി. സംഭവത്തിൽ 3 പേരെയാണ് ചേർപ്പ് പോലീസ് പിടികൂടിയത്. ചേർപ്പ് പണ്ടാരച്ചിറ പടിഞ്ഞാട്ടുമുറി സ്വദേശികളായ ഹരിദാസ്, മണികണ്ഠൻ, സുബ്രഹ്മണ്യൻ എന്നിവരെയാണ് ചേർപ്പ് SI ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ജനുവരി 30-നാണ് മോഷണം നടത്തിയത്. വല്ലച്ചിറക്കാരൻ ആന്റണിയുടെ പറമ്പിലെ 2 HP മോട്ടോറാണ് പ്രതികൾ മോഷ്ടിച്ചത്. SIമാരായ റാഫേൽ, ഗിരീഷ്, CPOമാരായ സരസൻ, ഫൈസൽ, വിഷ്ണു എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ കീഴ്ത്തളിയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. കളപ്പുരയ്ക്കൽ വിശ്വനാഥന്റെ ഉടമസ്ഥതയിലുള്ള KNR സ്റ്റോഴ്സിലാണ് മോഷണം നടന്നത്. ഇന്നു പുലർച്ചെ 4 മണിയോടെ ചന്തയിൽ പോകാനായി വിശ്വനാഥൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 5000-ഓളം രൂപയും പച്ചക്കറിയും ബാങ്ക് രേഖകളും നഷ്ടപ്പെട്ടതായി കടയുടമ പറഞ്ഞു. പിന്നെ മെറ്റീരിയൽ ഇവിടെ ഒരു ചെറിയ ലോക്കറൈസുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാശ് അതിനകത്ത് നിക്ഷേപിച്ചാൽ വെച്ചത്. ഈ ചില്ലറ കംപ്ലീറ്റ് അതിനകത്ത് നിക്ഷേപിച്ചു. അതിൽ തിരിഞ്ഞുകുളം പണ്ണാരണ്ണി കൊണ്ടുവരുന്ന കാശ് ഇവിടെ തലേദിവസം കൊണ്ടുവന്ന് അത് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാശ് ഉൾപ്പെടെ പോയി അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെയധികം ക്ലേശത്തിലൊക്കെ ആയിരുന്നു. 2 മാസക്കാലം ഞാൻ അടച്ചില്ല എന്ന് പറഞ്ഞ ദിവസം ഇങ്ങനെ ഇരിക്കുന്നത്. അതിൽ സാമ്പത്തികമായിട്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ഒരു സ്ഥലത്തും മേടിക്കാൻ അത് കിട്ടാൻ പറ്റാത്തതിൽ 1-2 ആളുകൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആ കാശിട്ട് ഞാൻ ചെറിയ ഇടപാടുകൾ ഒന്ന് പച്ചവെച്ച് വന്നതാണ്. അപ്പോഴേക്കാണ് വീണ്ടും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തി അങ്ങനെ. ഇപ്പോൾ ഇന്നലെ 20 ട്രേ കോഴിട്ടയും 10 ട്രേ താറാമുട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ വന്നപ്പോഴെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. കടയിൽ സൂക്ഷിച്ചിരുന്ന 20 ട്രേ കോഴിമുട്ടയും 10 ട്രേ താറാവിൻ മുട്ടയും മോഷ്ടാക്കൾ നശിപ്പിച്ചു. 3 മാസത്തിനിടയിൽ ഇത് 6ാം തവണയാണ് ഇവിടെ മോഷണം നടക്കുന്നത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കരുവന്നൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ചിറക്കൽ സ്വദേശിയും ആയുർവേദ ഡോക്ടറുമായ 24 വയസ്സുള്ള ട്രൈസി വോഗീസ് ആണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 12:30ഓടെയാണ് സംഭവം. കരുവന്നൂർ പാലത്തിലേക്ക് നടന്നുവന്ന യുവതി പാലത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ദൃക്സാക്ഷികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഏറെ നേരം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നിലവിൽ തൃശൂർ പാട്ടുരായ്ക്കലിൽ താമസിച്ചു വരുന്ന യുവതിയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ ടൗൺ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു. അതേസമയം യുവതിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച കാരണം വ്യക്തമല്ല. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ GLP സ്കൂളിന്റെ 112ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസവും വിജ്ഞാനപ്രദവുമായ കാര്യങ്ങൾക്കും പോഷകാഹാരത്തിനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഈ പറയുന്ന കുട്ടികൾക്ക് ഏകദേശം 10 ലക്ഷം രൂപയുടെ കളി ഉപകരണങ്ങൾ ഇവിടെ പ്രൊജക്റ്റ് അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ട്. തൊട്ടു മുന്നിലേക്കുള്ള കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഏകദേശം നല്ല സൗകര്യത്തോടുകൂടിയുള്ള കെട്ടിടം നമുക്ക് കിട്ടും. അപ്പോൾ അടിസ്ഥാന സൗകര്യം ഈ പ്രദേശത്തെ സ്കൂളിൽ ഉണ്ടാവും. ഇത് പറയുമ്പോൾ എനിക്കൊരു പ്രയാസമുണ്ട്. നമ്മളെ മാവ് വെട്ടിയത്, നമ്മുടെ മുറ്റത്ത് നല്ലൊരു മാവ് ഈ സമയത്ത് നന്നായി പൂത്ത് നിൽക്കുന്നൊരു മാവ് ടീച്ചർ പറഞ്ഞത് വീണിട്ടാണ് മുറിച്ചതെന്നാണ്. അതൊരു നല്ലൊരു ഇതായിരുന്നു, തണലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊരു
അന്തരീക്ഷം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ഗായകനും ചിത്രകാരനുമായ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, കരിങ്കാളി ഫെയിം കണ്ണൻ മംഗലത്ത്, ഷൈജു അവറാൻ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ക്ഷേമകാര്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, ആസൂത്രണ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PTA പ്രസിഡന്റ് PS ശാലിനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുണൻ, പ്രധാന അധ്യാപിക മഞ്ജുള മനോഹരൻ, അധ്യാപകരായ ലീന, രേവതി, പഞ്ചായത്ത് അംഗങ്ങളും തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കയ്പമംഗലം കുറുട്ടിപ്പറമ്പിൽ ശ്രീ ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് മഹാഗണപതി ഹവനം, മുത്തപ്പന് കളമെഴുത്തും പാട്ടും, ഹനുമാൻ സ്വാമിക്ക് രൂപക്കളവും പാട്ടും, വിഷ്ണുമായിക്ക് രൂപക്കളവും പാട്ടും, പ്രഭാത ശിവേലി, എഴുന്നള്ളിപ്പ്, പകൽപൂരം, ദീപാരാധന, വർണ്ണമഴ, നാദസ്വര കച്ചേരി, തായമ്പക ദേവിക്ക് രൂപക്കളവും പാട്ടും എന്നിവ നടന്നു. പടിഞ്ഞാറ് വെമ്പലൂർ MES സ്മവി കോളേജിൽ ഇൻപറേഷ്യ 7ാമത് അലുമിനി ലെക്ചർ സീരീസ് സംഘടിപ്പിച്ചു. കോളേജിൽ പലവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അടിസ്ഥാനപ്പെടുത്തി ദിവസങ്ങളിലായി സീരീസ് സംഘടിപ്പിച്ചു വരുന്നു. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് 7ാമത് അലുമിനി ലെക്ചർ സീരീസ് സംഘടിപ്പിച്ചത്. പരിപാടി മീഡിയ വൺ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ റോഷൻ കക്കാട് ഉദ്ഘാടനം ചെയ്തു. ഫേസ്ബുക്കിൽ 3.3 മില്യൺ ആണുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ലോകമാണ്. ഇൻസ്റ്റയിൽ ഇപ്പോൾ മീഡിയ വൺ ടോപ്പ് 2-ലുണ്ട്. ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഷെയർ ചെയ്യപ്പെടുന്ന മലയാളത്തിൽ ന്യൂസ് ചാനലാണ് മീഡിയ വൺ. ഓൾ ടുഗദർ 9.3 മില്യൺ ഈ 3 പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഫോളോ ചെയ്യുന്നു. ഗൾഫിലെ എല്ലാ രാജ്യത്തും നെറ്റ്വർക്കുള്ള ഒരേ ഒരു ചാനൽ. സൗദിയിലും ഖത്തറിലും അവിടുത്തെ ന്യൂസ്, ഇവിടുത്തെ MEP പോലെ അവിടുത്തെ ന്യൂസ് മന്ത്രാലയത്തിൽ നിന്ന് പെർമിഷനുള്ള ലൈസൻസുള്ള ഒരേ ഒരു ഇന്ത്യൻ ചാനൽ, മലയാളം ചാനലിലെ ഒരേ ഒരു ഇന്ത്യൻ ചാനൽ മീഡിയ വൺ മാത്രമാണ്. ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഉണ്ട്. ഓരോ കൺട്രിക്കും 3 പേജുകൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പേജ്. അവിടെ ഇപ്പോൾ ടിക്ടോക്ക് കൂടി ഉണ്ട്. ഇവിടെ നിരോധിച്ചെങ്കിൽ അവിടെ ടിക്ടോക്ക് കൂടി ഉണ്ട്. ഈ 6 രാഷ്ട്രങ്ങളിലും ഉണ്ട്. എല്ലാ രാഷ്ട്രങ്ങളിലും അവിടുത്തെ ഗൾഫിലെ നമ്പർ 1 ചാനൽ അവിടുത്തെ മലയാളികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ കൂടുതൽ. ഇത് ഞങ്ങളുടെ ടീം വർക്ക് ഓഫ് കോഴ്സ് ഞങ്ങൾ അതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ ലീഡർഷിപ്പ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. 67,000-ഓളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള 67,000 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ഇപ്പോൾ സുപ്രീം കോടതി പോലും വിചാരിച്ചെന്ന് വെച്ചാൽ 10-25 പേരടങ്ങുന്ന ചില ബിസിനസ്സുകാരായ ഇൻവെസ്റ്റേഴ്സായ ആളുകൾ നടത്തുന്ന ചാനലായിരുന്നു. പക്ഷേ 67,000-ഓളം ഷെയർ ഹോൾഡേഴ്സ് ഈ ചാനലുണ്ട് എന്നുള്ളത്. ഈ ചാനൽ വിജയിപ്പിച്ചത് തീർച്ചയായിട്ടും മീഡിയ മാനേജ്മെന്റ് മാത്രമല്ല, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മാത്രമല്ല. അവർ സ്വാഭാവികമായിട്ടും വളരെ വാല്യൂഡ് ആയിട്ടുള്ള എഡിറ്റോറിയൽ പോളിസി ഉണ്ട്, വളരെ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പോളിസി ഉണ്ട്. തന്റെ മാധ്യമരംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ന് മാധ്യമരംഗത്ത് ഓരോ മാധ്യമങ്ങളും നേരിടുന്ന പലവിധ വെല്ലുവിളികളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ശേഷം വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു. ചടങ്ങിൽ കോളേജ് മാനേജ്മെന്റ് സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടർ ഡോക്ടർ KP സുമേധൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MK നജീബ്, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ A ബിജു, മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി സുനൈന നാസർ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ വീണ്ടും. കാഞ്ഞാണിയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി. ചേർപ്പ പടിഞ്ഞാട്ടുമുറി എടച്ചിറയിലുള്ള പറമ്പിലെ മോട്ടോർ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. സംഭവത്തിൽ 3 പേരെയാണ് ചേർപ്പ് പോലീസ് പിടികൂടിയത്.
കൊടുങ്ങല്ലൂരിലെ കീഴ്ത്തലയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.